നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് എന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓർക്കുന്നുണ്ടോ? 2021 ആദ്യത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യ ഫൈനലിലെത്തിയെങ്കിലും ന്യൂസിലൻഡ് നമ്മളെ തകർത്ത് കളഞ്ഞു. തോറ്റ് തല താഴ്ത്തി നമ്മൾ മടങ്ങി. അന്ന് ആദ്യ തവണ എന്ന് കരുതി നമ്മൾ സമാധാനിച്ചു. ന്യൂസിലൻഡ് പോലുള്ള ചങ്കൂറ്റമുള്ള ടീമിനോട് തോറ്റുപോയല്ലോ എന്നോർത്തു. പിന്നെ വീണ്ടും നമ്മൾ ശ്രമിച്ചു. 2023 വീണ്ടും ഫൈനലിലെത്തി. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം കടുത്ത ഫോമിൽ. ഇന്ത്യ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്നു. എന്നിട്ടും ഓസ്ട്രേലിയ നമ്മളെ വീഴ്ത്തി. 2023 ഓസ്ട്രേലിയ നമ്മളെ 2 തവണയാണ് തോൽപ്പിച്ചത്. ആദ്യം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും പിന്നെ ഏകദിന ലോകകപ്പിലും. ഈ 2 തോൽവികളും ഇന്ത്യക്ക് വലിയൊരു മുറിവായിരുന്നു. പാറ്റ് കമ്മിൻസ് ഒരു വർഷം കൊണ്ട് 2 ട്രോഫികൾ നേടി. രോഹിത് ശർമ്മയ്ക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടമായത് കമ്മിൻസിന് നേട്ടമായി. ഇന്ത്യൻ ആരാധകർ എന്ത് ചെയ്യണമെന്നും പറയണമെന്നും അറിയാതെ നിരാശയിലാണ്ടു. പക്ഷേ പിന്നീട് ഇന്ത്യയുടെ ഊഴമായിരുന്നു. T20 ലോകകപ്പിൽ നമ്മൾ ഓസീസിനെ തകർത്താണ് ചാമ്പ്യന്മാരായത്. ഇനി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുമ്പ് ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയയും വീണ്ടും ഇന്ത്യക്ക് തോൽപ്പിക്കണം. തോൽവിയുടെ മുറവുണക്കി ഫൈനലിൽ എത്തണം. എന്നിട്ട് ഫൈനൽ ജയിച്ച് കപ്പ് ഇന്ത്യയിലെത്തിക്കണം. വരാൻ പോകുന്ന ടെസ്റ്റ് സീസണിൽ ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയയും പോലുള്ള ശക്തരായ ടീമുകളെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് 2 വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിക്കാൻ നല്ല പോയിന്റുകൾ വേണം. അതിനുവേണ്ടി ജയിക്കണം. രണ്ടാമത്തെ കാരണമാണ് ആരാധകർക്ക് പ്രധാനം. അത് പ്രതികാരമാണ്. നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിച്ച് ഫൈനലിൽ കയറണം, കപ്പടിക്കണം. 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 2023 ഓസ്ട്രേലിയ ആവട്ടെ 209 റൺസിൻ്റെ കുറ്റൻ തോൽവിയുമാണ് നമുക്ക് പിണഞ്ഞത്. 2 തോൽവികളും ആരാധകരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. മറ്റു വേദികളിൽ ഇന്ത്യ കിവീസിനോടും കങ്കാരുക്കളോടും പകരം വീട്ടിയതാണ്. 2020 ലോകകപ്പിൽ സെമി ഫൈനൽ തോൽപ്പിച്ചുകൊണ്ടാണ് ന്യൂസിലൻഡിന് ഇന്ത്യ മറുപടി കൊടുത്തത്. ഓസ്ട്രേലിയയെ T20 ലോകകപ്പിലും ഇന്ത്യ അടിയറവ് പറയിച്ചു. എന്നാൽ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിലെ തീ അണയണമെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 ടീമുകളെയും ഇന്ത്യ പുറത്താക്കണം, കലിപ്പടക്കണം, കപ്പടിക്കണം. ഇതിനായി തന്നെയാണ് ഇന്ത്യ ബൂംറയെ പോലൊരു ചാട്ടുളി ബൗളറെ ലോകകപ്പിന് ശേഷം സംരക്ഷിച്ചു നിർത്തുന്നത്. ന്യൂസിലൻഡിലും ഓസ്ട്രേലിയക്കുമെതിരെ കളിക്കുമ്പോൾ യാതൊരു കുറവും ഉണ്ടാകരുത്, ക്ഷീണം കാണിക്കരുത്. ദിലീപ് ട്രോഫിയോ ബംഗ്ലാദേശ് പര്യടനമോ വേണ്ട, നീ വിശ്രമിക്കൂ, കൈകാലുകൾ സുഖമായിരിക്കട്ടെ. എന്നിട്ട് ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയയും നിന്റെ യോർക്കറുകളും ബൗളറുകളും കൊണ്ട് തകർക്കൂ എന്നാണ് BCCIയുടെ നിർദ്ദേശം. ബുംറയ്ക്കൊപ്പം മുഹമ്മദ് ഷമിയും ടെസ്റ്റ് സീസണായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന വാർത്ത ഇന്ത്യൻ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നുണ്ട്. ബുംറയുടെ അഭാവത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് പര്യടനം മുഹമ്മദ് ഷമിക്ക് നല്ല വാമപ്പായി മാറുകയും ചെയ്യും. ഓസ്ട്രേലിയ മുതൽ ന്യൂസിലാൻഡ് വരെ ഞെട്ടിവിറയ്ക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ഒക്ടോബർ 16 ആരംഭിക്കും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പരമ്പര നവംബർ 22 തുടങ്ങുന്നത്. ഈ വർഷത്തെ ഏറ്റവും കടുപ്പമേറിയ പരമ്പരകൾ ഇവ രണ്ടുമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ബുംറയും ഷമിയും ഒരുമിച്ച് പന്തെറിയുകയും അർഷദീപും സിറാജും കൂടെ ചേരുകയും ചെയ്താൽ ഏതു ബാറ്റിംഗ് നിരയുടെയും മുട്ടിടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.